പുക്കാട്ടുപടി ടൗണിൽ നിന്നിട്ട് വെറും 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന 3 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുക്കാട്ടുപടി ടൗണിലേക്ക് ഏകദേശം 1 കിലോമീറ്ററും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 9 കിലോമീറ്ററും, എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 11 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ ആലുവ ടൗണിലേക്കും കൂടാതെ കിഴക്കമ്പലത്തേക്കും തൃപ്പൂണിത്തുറയിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് വീട് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3550 സെൻറ്റ് ലാൻഡിലായിട്ട് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയാണ് വീട് വരുന്നത്. കൂടാതെ ശുദ്ധമായ കിണർ വെള്ളത്തിനുള്ള സൗകര്യമുണ്ട്, ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മീറ്റർ വീതിയിലാണ് റോഡുകൾ ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കട്ട വിരിക്കാനുള്ള വർക്കുകളൊക്കെ ബാലൻസ് നിൽക്കുന്നുണ്ട്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് ബിൽഡർ നൽകുന്നതാണ്. ഇതിന് ചുറ്റുവശത്തായിട്ട് ഏകദേശം 7ഓളം വില്ലകൾ വർക്ക് നടക്കുന്നുണ്ട്. എല്ലാ വർക്കുകളും പൂർത്തിയാവുന്ന മുറയ്ക്ക് റോഡിൻ്റെ വർക്കുകളും തീരുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരു സിമ്പിൾ ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഒരു ബ്രിക്കിൻ്റെ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, ഗ്ലാസ് ഫ്രെയിമിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്, ലൂവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകളും എല്ലാം കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ വർക്കാണ് കോമ്പൗണ്ട് വാളിൽ കൊടുത്തിരിക്കുന്നത്. വീടിനോട് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള കളർ പാറ്റേണുകൾ വരുന്നുണ്ട്, ബീഡിങ് വർക്കുകൾ വരുന്നുണ്ട്. ഗേറ്റിൻ്റെ പില്ലറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഗേറ്റ് ലൈറ്റുകളൊക്കെ 2 എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടിയോളം സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗേറ്റും കൂടാതെ ഒരു 4 അടിയുടെ ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. CNC ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ എത്തുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. കടപ്പ കല്ലുകളൊക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കവേർഡ് പാർക്കിംഗ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പോർച്ചിൻ്റെ ഭിത്തിയിലായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സുകളൊക്കെ കൊടുത്തിട്ട് ഒരു സെറ്റ് ബാക്കൊക്കെ അറേഞ്ച് ചെയ്ത് ടാപ്പ് പോയിന്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബിൽഡറൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അഡീഷണൽ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് 1-2 2 വീലേഴ്സൊക്കെ പാർക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ട് പാവിംഗ് ടൈലൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ഒരു വീതി കൂടിയ സ്റ്റെപ്പുകളാണ് സിറ്റ് ഔട്ടിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് ഒരു ഗ്രാനൈറ്റ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിലേക്ക് ആയിട്ട് ജംഗ്ഷൻ ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 പാളി ഫ്രഞ്ച് വിൻഡോ സിറ്റ് ഔട്ടിൽ വരുന്നുണ്ട്. നമ്മൾ മെയിൻ ഡോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.10 വീതിയിൽ വരുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത ഡോറാണ് കൊടുത്തിരിക്കുന്നത്. മഹാഗണി തടിയിലാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. 2 എൻഡിലായിട്ടും നല്ല വിൻഡോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ മുകളിൽ സീലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും TV ഒക്കെ വയ്ക്കാൻ പാകത്തിന് നല്ലൊരു TV യൂണിറ്റിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകളും സിംഗിൾ വാട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ ഡൈനിലേക്ക് പോകുന്ന പാസേജിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ലൂവർ പാനലിംഗ് ഒക്കെ സീലിങ്ങിൻ്റെ ഉള്ളിൽ കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു വാൾ മൗണ്ട് ഫാനിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും BLDC ഫാനും എല്ലാം നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള സെറയുടെ ഒരു ടാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡൈനിങ് റൂമിൻ്റെ ഒരു ഭിത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു പാഷിയോ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഡോറുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങളും ഒരു ഗാർഡൻ വർക്കുകളും എന്താ പറയുക നല്ല ഭംഗിയിൽ തന്നെ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ളൊരു കിച്ചണിലേക്കാണ് പോകുന്നത്.
നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകളൊക്കെ കൊടുത്തിട്ട് താഴെയായിട്ട് ലൂവർ പാനലിംഗ് കൊടുത്ത് ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടും നല്ല രീതിയിൽ ക്രോക്കറി ഷെൽഫുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ടൈപ്പിൽ വരുന്ന കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ചിമ്മിണി വയ്ക്കാവുന്ന പ്രൊവിഷൻസ് വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മോഡലൊക്കെ ആയിട്ട് ലൂവർ പാനലിങ് വരുന്നുണ്ട്. ഫോൾ സീലിങ്ങിലൊക്കെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 2 സിങ്ക് കോക്കുകളുടെ സൗകര്യവും സിങ്കും അറേഞ്ച് ചെയ്തിട്ട് ഒരു 3 പാളി വിൻഡോ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തായിട്ടും നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ പാവിങ് ടൈലുകളൊക്കെ വിരിച്ചിട്ട് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും ടാപ്പ് പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഒരു വർക്ക് ഏരിയയൊക്കെ അറേഞ്ച് ചെയ്തെടുക്കാവുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സൗകര്യത്തിനൊരു കിണർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം ഒരു 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോയിൽ ബേ വിൻഡോ കൺസെപ്റ്റിൽ തന്നെ പാനലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു 3 പാളിയിൽ വരുന്ന കബോർഡ് വർക്കുകൾ നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ടും ഡ്രോ സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ വരുന്ന ഒരു ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് മിററിൻ്റെയും ഷെൽഫുകളുടെയും എല്ലാം സൗകര്യങ്ങൾ ബിൽഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നല്ലൊരു ടൈൽ പാറ്റേൺ വരുന്നുണ്ട്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയർ തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറൊക്കെ വയ്ക്കാനായിട്ട് ഹാൻഡ് റെയിലിന് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റാണ്, ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭിത്തിയിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഫാൻസി ലൈറ്റുകളുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ വരുന്നത് മുകളിലത്തെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം ഒരു ചെറിയ അപ്പർ ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നത്. ഹാൻഡ് റെയിലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ടേബിളിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് താഴെയുള്ള ലിവിങ് ഏരിയയുടെ ഡബിൾ ഹൈറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ടഫൻ ഗ്ലാസ്സിൽ SS-ൻ്റെ ടോപ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ടൊരു കർട്ടൺ വർക്കുകൾ വരുന്നുണ്ട്. ഈ കർട്ടൺ മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് വിൻഡോസിൻ്റെ സൗകര്യങ്ങൾ ഈ ഭാഗത്തായിട്ട് ഫ്രെയിം വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ സേഫ്റ്റിയിൽ തന്നെ ബിൽഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തെക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. തെക്ക് ഭാഗത്തേക്ക് ഒരു 3 പാളി വിൻഡോ ബേ വിൻഡോ കൺസെപ്റ്റിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രസ്സിങ് ഏരിയയിലായിട്ട് ഒരു 3 പാളി കബോർഡ് വർക്കുകളും അതിനോട് ചേർന്നൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യവും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഏകദേശം ഒരു 11-10 അളവിൽ വരുന്ന ബെഡ്റൂം സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളുടെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഒരു ഡ്രസ്സിങ് മിറർ ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ടും നമുക്കൊരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്.
ഒരു 2 പാളിയിൽ തീർത്ത ഒരു കബോർഡ് വർക്കുകൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വുഡൻ കളർ പാറ്റേൺ ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സെയിം ടൈൽ പാറ്റേണിൽ സെയിം ഫിറ്റിങ്സുകളുടെ കണ്ടിന്യൂഷനിൽ വരുന്ന ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ അപ്പർ ലിവിങ്ങിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു സൗകര്യം വരുന്നുണ്ട്. സ്റ്റെയർ കയറി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല വിശാലമായ ഒരു ഓപ്പൺ ടെറസ് സൗകര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ മെയിൻ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ബാൽക്കണി സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 6-7 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നത് സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. നല്ല രീതിയിൽ ലോവർ പാനലിങ്ങും LED സിലിണ്ടറിക്കൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിലൊരു ഫ്രെയിം വർക്കൊക്കെ ചെയ്തിട്ട് പോളി കോമ്പാക്റ്റിൻ്റെ വർക്കുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഹാൻഡ് റെയിലിനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടോപ്പ് കൊടുത്തിട്ട് താഴെയായിട്ട് ടഫൻ ഗ്ലാസ്സുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് നിന്നിട്ടും വടക്ക് നിന്നിട്ടുമുള്ള നല്ല കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ ലഭ്യമാണ്. കാക്കനാടിനടുത്തായിട്ട് പുക്കാട്ടുപടി ടൗണിനോട് 1 കിലോമീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. പടിഞ്ഞാറ് ദർശനമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ശുദ്ധമായ കിണർ വെള്ളം ലഭ്യമാണ്. കൂടാതെ ഒരു വണ്ടിക്കുള്ള പാർക്കിംഗ് സൗകര്യം വരുന്നുണ്ട്. ഏകദേശം 7ഓളം വില്ലകൾ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ റോഡിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ തീർന്ന് വരുന്നതേ ഉള്ളൂ. എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്ത് നമുക്ക് ബിൽഡർ നൽകുന്നതാണ്. നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3,550 സെൻറ്റ് ലാൻഡിലായിട്ട് 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 75 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.